തൃശൂരിലെ കോടാലിയിൽ പാമ്പ് കടിയേറ്റ അനൂഷ് തിരികെ വീട്ടിലെത്തി. വീട്ടിലെ സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് കുട്ടിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. കൊരട്ടിയിലെ പിതൃസഹോദരിയുടെ വീട്ടിലായിരുന്നു ഇത്രയും ദിവസം അനൂഷ് കഴിഞ്ഞത്. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശൂരിൽ നിന്നും ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അനൂഷ് ആശുപത്രിയിൽ നിന്ന് വന്നപ്പോഴും സ്വന്തം വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെ തുടരെ ഈ പാമ്പുകളെ കാണുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് സേഫ് ആണെന്ന് ഉറപ്പുവരുത്തിയല്ലേ? തീർച്ചയായും എല്ലാം സേഫാണ് എന്ന് ഉറപ്പുവരുത്തിയാണ്. അനൂഷാണ് നമ്മോടൊപ്പം ഉള്ളത്. എത്ര ദിവസം അനൂഷ് ഇവിടെ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്? അനൂഷ് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? വല്യപ്പയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോ ആശുപത്രിയിൽ നിന്നൊക്കെ പോന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ, നടക്കാനും ഓടാനൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ? ഭക്ഷണമൊക്കെ നന്നായി കഴിക്കുന്നില്ലേ? കണ്ടു പോരുന്നില്ലല്ലോ. കഴിക്കുന്നുണ്ടോ? എത്ര ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയാണ് ചികിത്സ? പുള്ളിയുടെ അമ്മാവനാണ്. എങ്ങനെയാണ് ചികിത്സ അഡ്ലക്സ് ഹോസ്പിറ്റലിൽ ആണ് ചെയ്തത്. വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അവനെ തിരിച്ചു തന്നു അഡ്ലക്സ് ഹോസ്പിറ്റലുകാർ. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കേസായിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവിടെ നിന്ന് അവനെ റിസീവ് ചെയ്ത ആ ഒരു മൊമെൻറ്റ് തൊട്ട് എൻ്റെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, അതിനുശേഷം PICU ടീം, മൊത്തം നഴ്സുമാരും ഡോക്ടർമാരും എല്ലാവരും നല്ലൊരു കെയറാണ്, എക്സെപ്ഷണൽ കെയറാണ് അവന് കൊടുത്തിരിക്കുന്നത്. അമ്മ ഒപ്പം തന്നെ ഉണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് അന്വേഷണം? എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ട്. ഇത്രയും ദിവസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം എന്താണ് ഡോക്ടേഴ്സ് എന്താ പറഞ്ഞത്? കുഴപ്പമില്ല, ആൾക്ക് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം അച്ഛനാണ് സിൽജോ. എന്തായാലും കുറച്ച് വിഷമമൊക്കെ നമുക്കുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ എല്ലാം സേഫ് ആക്കിയിട്ടല്ലേ നമ്മളിങ്ങോട്ട് പരിശോധനയൊക്കെ നടത്തി? എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റാവുന്നതെല്ലാം ചുറ്റിനും കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത്, അപ്പോൾ ഇതൊക്കെ അടച്ചത്, ഇതൊക്കെ ക്ലോസ് ചെയ്ത്, എയർഹോള് അതൊക്കെ എല്ലാം ചെയ്ത്, ഇവിടെ ഇതൊക്കെ മുന്തിരിവള്ളി പോലെയൊക്കെ അതൊക്കെ വെട്ടിക്കളഞ്ഞ് എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. ആ പൊളിച്ച ഭാഗമൊക്കെ നമ്മുടെ മെമ്പർ അംബുജാക്ഷൻ, അദ്ദേഹം ആ തുടക്കം മുതൽ ആ ദിവസം നമ്മളിവിടെ വന്നപ്പോൾ മുതൽ അദ്ദേഹമായിരുന്നു ഇതിൻ്റെ ഒരു മുന്നണിയിലുണ്ടായിരുന്നത്. ഇങ്ങനെ സംഭവിക്കും, പിന്നീട് നമ്മൾ പാമ്പുകളെ കാണുകയാണ്. അങ്ങേക്കും അത്തരത്തിൽ വരുമ്പോൾ അമ്മയുടെ ഭാഗത്തു നിന്ന് അത്തരം അമ്മ സംഭവിച്ചതൊക്കെ എന്താണ്? ഇതിനുശേഷം ഞാൻ കഴിഞ്ഞ ദിവസം അന്വേഷിച്ച പോലെ ഈ ഒരു പാമ്പിനെ കണ്ടപ്പോഴേ മറ്റ് പാമ്പുകളെ കണ്ടുപിടിക്കാനുള്ളൊരു ഇതുണ്ടല്ലോ, അന്വേഷണം നടത്തിയത്, അതിനൊരു സംവിധാനം ഇല്ലല്ലോ എന്നുള്ളൊരു വേവലാതി ഉണ്ടായത്. ഒരെണ്ണത്തിനെ കണ്ട് ഞാൻ പ്രദേശത്ത് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ശാസ്ത്രീയ സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ തറ പൊളിക്കാണ്ടൊക്കെ നോക്കാമല്ലോ. അതുപോലെ വേറെ 2-3 വീടുകളുണ്ടായി. അതേ സമയത്ത് തന്നെ ഇതേ സെയിം വലിപ്പമുള്ള പാമ്പുകൾ 2-3 വീടുകളിൽ വേറെ വീടുകളിലും ഉണ്ടായിരുന്നു. അതൊരു ഭീതി പരത്തുന്ന രീതിയിലായിരുന്നു. പ്രദേശത്ത് ഒരു പരിശോധന നടത്തിയോ? കാരണം നമുക്ക് അതിനെ പൂർണ്ണമായിട്ട് പരിശോധന നടത്താൻ കഴിയില്ല, കാടടക്കമുള്ള മേഖലയാണ്. ഈ കോമ്പൗണ്ടിലൊക്കെ വ്യക്തമായ രീതിയിൽ പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. അത് ഒരു ആശ്വാസം. മഴ പെയ്ത കാരണം കൊണ്ടേ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. കാരണം ഇപ്പോൾ മഴ പെയ്ത് ഭൂമി തണുത്ത കഴിയുമ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ 2 മഴ പെയ്തു. അപ്പോൾ മഴ പെയ്ത് കഴിയുമ്പോൾ അപ്പോൾ അതൊക്കെ പുറത്തേക്ക് ഇതൊക്കെ തിരിച്ചു പോകും. ഇത് വന്നു വെച്ചാലേ ചൂടായി കഴിയുമ്പോഴേ ഇതൊക്കെ മുട്ടയിട്ട് വരുന്നതൊക്കെ അങ്ങനെ. അനൂഷ് എവിടെയാ? സന്തോഷം. അപ്പോൾ അനൂഷ് സ്മാർട്ടായിട്ടുണ്ട്. അത് എല്ലാവരും കാണുന്നുണ്ട്. അനൂഷിന് വേണ്ടി നമ്മുടെ നാടൊന്നാകെ പ്രാർത്ഥിച്ചതാണ്. ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാണ്. അനൂഷ് സ്മാർട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫുട്ബോൾ കളിക്കണ്ടേ? ഏറ്റവും ഇഷ്ടം മെസ്സി. അർജന്റീന ഫാനാണ്. തീർച്ചയായും അതാണ് പറയാനുള്ളത്. അനൂഷ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. എന്തായാലും വനംവകുപ്പിന്റെ അതുപോലെ തന്നെ ഇവിടുത്തെ പഞ്ചായത്ത്, മറ്റത്തൂർ പഞ്ചായത്ത് അംഗമാണ് അംബുജാക്ഷൻ ചേട്ടൻ. അടക്കമുള്ള പഞ്ചായത്തിന്റെ അടക്കമുള്ള ഒരു നിരീക്ഷണം ഈ വീട്ടിൽ തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അനൂഷ് തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും ഈ വീട്ടിൽ നിരീക്ഷണം തുടരേണ്ടതുണ്ട്, ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ചൂടുണ്ട് ഇപ്പോഴും, അതുകൊണ്ട് പാമ്പുകളെ നമുക്ക് പേടിച്ചേ മതിയാകും. അത് തന്നെയാണ്. എന്തായാലും വലിയ സന്തോഷം തന്നെയാണ്. അനൂഷ് തിരികെ വീട്ടിലെത്തിയിരിക്കുന്നു. അവിടെ സുരക്ഷിതമാണ്, സുരക്ഷ ഉറപ്പുവരുത്തിയിരിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അനൂഷ് തിരികെ വീട്ടിലെത്തിയിരിക്കുന്നു. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.